ഇവിടെ വന്നപ്പോ മുതലേ പ്രിയങ്ക ചേച്ചീനെ അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഈഗോ അടിച്ചിട്ടുണ്ട്. മോളെ ഈഗോ ചുരുട്ടി കയ്യിൽ വെച്ചോ കേട്ടോ, അങ്ങനെയൊക്കെ തോന്നും. നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ? ആണോ? ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു രോഗമാണത്. മറ്റുള്ളവരെ കാണുമ്പോ അങ്ങനെ തോന്നാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മുടെ മീഡിയക്കാർ വരുമ്പോ ചേച്ചി എന്തിനാ അവരെ എതിർത്ത് ഇങ്ങനെ സംസാരിക്കുന്നേ? അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. നിനക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ചേച്ചിയുടെ. ചേച്ചിയുടെ ഇമേജ് ഞാൻ കളഞ്ഞിട്ട്. ഒരു നക്ഷത്രമനമെന്നു മകളെ വിതുമ്പുന്നിതാ സ്വയംവര ചന്ദ്രികേ. എല്ലാം കൊണ്ട് അടിപൊളി. അപ്പൊ എന്റെ വക വിൽ യു ക്യാരി മീ? അതിനെ കൂടി ചുമക്ക്. മിക്കവാറും ഞാൻ കൂടി നാളെ സിംഗപ്പൂർ. അതെ, ഞങ്ങൾ അവിടെ ഇങ്ങനെ സിംഗപ്പൂരിലെ ലാൽ മിഷനായിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇവിടെ ഫോട്ടോ എടുത്ത് നടക്കുന്ന നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. മണി ഓർഡർ ആയിട്ട് എങ്ങനെ? മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ പ്രസൻസ് ബാറ്റിൽ ഓഫ് ബ്രെയിൻസ്. പേരല്ലേ ബാറ്റിൽ ഓഫ് ബ്രെയിൻസ് സെലിബ്രിറ്റി ക്വിസ് ലീഗ് സീസൺ 2 സ്വാഗതം. അവർ മേക്കപ്പ് പാർട്ട്ണർ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ ചേട്ടൻ ഒന്ന് ടച്ചപ്പ് ചെയ്തേ ഉള്ളൂ. ഡാസ്ലർ ചെയ്താ. യെസ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബാറ്റിൽ ഓഫ് ബ്രെയിൻസിന്റെ സീസൺ 2 മൊത്തം മിന്നൻ താരങ്ങളാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. അതെ, ഇന്ന് മിക്കവാറും ചൂരൽ വെച്ചിട്ടുള്ള ആദ്യത്തെ അടി ഈ സൈഡിലേക്ക് ആവാനാണ് സാധ്യത. പഠിക്കുന്ന സമയത്ത് ചൂരൽ അടിച്ചിട്ട് ഞാൻ നന്നായിട്ടില്ല. പിന്നെ എനിക്ക് പ്രായത്തിൽ നീ അച്ഛനെ അതെ, മൈക്കൊന്നും കൊടുക്കോ? പ്രിയങ്ക ചേച്ചി പറഞ്ഞത് കേട്ടില്ല. പഠിക്കുന്ന സമയത്ത് ചൂരിലോണ്ട് അടിച്ചിട്ട് ഞാൻ നന്നായിട്ടില്ല. ഇനി നീ ഈ പ്രായത്തിൽ എന്നെ അടിച്ചു തന്നാക്കാന്ന് വെച്ചാൽ മോള് വിചാരിക്കേ വേണ്ട, ഞാൻ നന്നാവൂല. ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞിരിക്കാണ്. നോക്കാം, നമുക്ക് നന്നാവൂല്ലോ നോക്കാം. സ്കൂളുകളിൽ വടി ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് സ്കൂൾ നമ്മുടെ ഷോ എക്സാക്ട്ലി. സോ ബാറ്റിൽ ഓഫ് ബ്രെയിൻസ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് സീസൺ ക്വിസ് ആണ്. യുദ്ധമാണ്. പ്രിയങ്ക ചേച്ചി ബാറ്റിൽ ഓഫ് ബ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബ്രെയിനുകൾ തമ്മിലുള്ള ബാറ്റിലാണ്. എക്സാക്ട്ലി. നിങ്ങളുടെ തല വെച്ചിട്ടുള്ള യുദ്ധമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ചോദിക്കുന്ന ബ്രെയിൻ ഉണ്ടോ എന്നുള്ളതൊന്നും ശ്രദ്ധിക്കേണ്ടി വരും. ഇല്ല, ബ്രെയിൻ ഉള്ളവരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. അതാണ് അത് കുട്ടിക്ക് തോന്നണം. എന്റെ തലയിൽ ഒന്നുമില്ല, പൂക്ക് വെച്ചിട്ടുണ്ട്. അത് മതിയല്ലേ? സോ നമ്മുടെ ബാറ്റിൽ ഓഫ് ബ്രെയിൻസിന്റെ സീസൺ 1 ഗംഭീരമായിരുന്നു. യെസ്. അപ്പൊ നല്ലൊരു ഗൈഡ്. യെസ്. ഇതെന്താ കാര്യം എന്നറിയോ ചേട്ടാ? നമ്മള് ആദ്യത്തെ എപ്പിസോഡിന് സെലിബ്രിറ്റീസ്, രണ്ടാമത്തെ എപ്പിസോഡിന് ചിലപ്പോൾ ഡോക്ടേഴ്സ് ആവാം, എഞ്ചിനീയേഴ്സ് ആവാം. യെസ്, നമ്മൾ പല മേഖല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഒരു ഡോക്ടേഴ്സ് ആവും, അതെ 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 അഡ്വക്കേറ്റ് ആവും, വക്കീലാവും, പോലീസാവും, ഞാനിപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും. എന്റെ കൂടെ ഇരിക്കുന്നവർ ചില്ലറക്കാരല്ല, പണക്കാരാ. അപ്പോഴും പറയണേട്ടാ, ചില്ലറ ഒരു നോട്ട് പോയിന്റ്. ആളെ വേണ്ടത്ര പരിശീലനം തോന്നുന്നു.
അഭിനേതാക്കള് മുഴുവനും രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയക്കാര് മുഴുവനും അഭിനയത്തിലേക്ക് അതെ അതെ അതെ. സോ നമ്മുടെ സീസൺ 2 തുടങ്ങാൻ പോവാണ്. ഞാൻ വന്ന് പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു പെടലാണ്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മുടെ ടൈറ്റിൽ സ്പോൺസറിനെ കുറിച്ച് 2 വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. നമ്മൾ അതായത് ഇപ്പത്തെ കുട്ടികൾ, നമ്മളല്ല, ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ, അതായത് ഇപ്പോഴത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണിത്. മക്കള് ട്യൂഷൻ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് അവർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അവരൊരു കറക്റ്റ് പാറ്റേൺ എല്ലാവർക്കും എന്നുള്ളതല്ല. സോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഓൺലൈൻ ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോം നോക്കുന്നുണ്ടെങ്കിൽ ഗാർഡിയൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഗൈസ്. സത്യം പറയട്ടെ, ഇതൊക്കെ നേരത്തെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ ചെന്നെത്തിയേനെ. ഞങ്ങൾ പഠിക്കുമ്പോ ഓൺലൈൻ ക്ലാസ് അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലേ. അതെ, ഓഫ്ലൈൻ. അപ്പൊ നമുക്കിനി ക്വിസിലേക്ക് കിടക്കാം. ഓക്കെ, അതിന് മുന്നായിട്ട് എന്റെ കയ്യിൽ ഞാൻ വന്നപ്പോ തന്നെ ആങ്കറുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ സാധനം ഈ ചൂരലാണ്. ഈ ചൂരലും നല്ല അടിപൊളി ലഡുവും എന്റെ കയ്യിലുണ്ട്. അത് എന്ത് ലഡുവാ? എന്ത് ലഡുവാണിത്? ഇത് കേടായ ലഡു. ഇത് നമ്മളൊക്കെ ലഡു എന്ന് പറയുമ്പോ മഞ്ഞ കളർ സാധനം. കഴിഞ്ഞ ലഡു ായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്ട്രോബെറി ലഡുവാണിത്. ശരി, എന്തെങ്കിലും എന്തോ കള്ളക്കളി. ഇത് കണ്ടപ്പോ തന്നെ വന്നപ്പോ ആദ്യം ശ്രദ്ധിച്ചത് അതാണ്, എന്തോ കളക്കളി ഉണ്ട്. അല്ല, ഇത് സ്ട്രോബെറി ആണ്. ഞങ്ങൾക്ക് കാണിക്കണം, കഴിച്ചു കാണിക്കണം. സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ എന്തോ ഓർമ്മ, സ്ട്രോബെറി കണ്ണേ നില്ലടി പെണ്ണേ. യെസ്. അപ്പൊ നമ്മളിനി നമ്മുടെ ടീമിനെ പരിചയപ്പെടുകയാണ് കേട്ടോ. 4 ടീമാണുള്ളത്. ബ്രെയിൻ കൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആയിരിക്കുന്ന ടീം 1 ബൈജു ജോസ് ആൻഡ് അഞ്ജന ഗോപി. അപ്പുകുട്ടൻ. യെസ്, അപ്പുകുട്ടൻ. യെസ്, അപ്പുകുട്ടൻ. ഗോപിയായി. ശരിയല്ല, എന്നെ ആദ്യമേ ഗോപിയാവുന്ന ഒന്നുകൂടി. നമ്മുടെ ഫസ്റ്റ് ടീം മെമ്പർ ആണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈജു ചേട്ടൻ ആൻഡ് അഞ്ജന ചേച്ചി. ഇപ്പൊ ശരിയല്ലേ? ആൻഡ് ദ സെക്കൻഡ് ടീം ഈസ്, എനിക്ക് ഇച്ചിരി പേടിയുണ്ട്, പ്രിയങ്ക ചേച്ചി ആൻഡ് രാജൻ സാഹിബ്. വന്നപ്പോ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതാ എന്തോ മോളെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് തോന്നി നിന്റെ മുഖത്ത് ഇച്ചിരി അസൂയ. മാറ്റി വെച്ചോ കേട്ടാ. ഞങ്ങൾ കുറെ മാച്ചായിട്ടൊക്കെ ദുബായിലൊക്കെ പ്രോഗ്രാം. അല്ല, ഒരു സംശയം, നിങ്ങൾ പറഞ്ഞിട്ടിട്ട് വന്നാണോ ഒരേപോലെ മാച്ചിങ് ഒക്കെ ആയിട്ട്? എന്ത്? അല്ല, മന വേണ്ട. ഞങ്ങൾ എവിടെ പോയാലും അറിയാതെ ഇങ്ങനെ ആയിപ്പോ. അപ്പൊ നമ്മുടെ ടീം 3 പരിചയപ്പെട്ടാലോ? യെസ്. Ladies and gentlemen, let me present Anne Maria and Amarraj Dev. And ഇനി നമ്മുടെ കൂടെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇടയ്ക്ക് പാടിത്തരാനായിട്ട് 2 പാട്ടുകാരുണ്ട്. കൂടെ തന്നെ നല്ല ആങ്കർ ആയിരുന്നു, ആക്ടറാണ്. സിനിമയിലൊക്കെ ഈ പറയുന്ന പോലെ എല്ലാവരും തിളങ്ങുന്ന ആളുകളാണ്. അവരെ പോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു അഞ്ജു എബ്രഹാം ആൻഡ് രാഹുൽ ലക്ഷ്മണൻ. എവരിവൺ. ഓ, ചേട്ടൻ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തേനെ? അതെ, നോമ്പ് കഴിഞ്ഞേ ഉള്ളു. ഇപ്പൊ ഒക്കെ കഴിഞ്ഞപ്പോഴേ ഒത്തിരി ശക്തിയായി. ഇച്ചിരി മുമ്പായിരുന്നു കേട്ടല്ലോ. ഫസ്റ്റ് റൗണ്ട് ഇപ്പൊ നിങ്ങൾ എന്നെ ആക്കിക്കൊണ്ടിരിക്കുന്ന പോലെ അറഞ്ചം പുറഞ്ചമാണ് നമ്മുടെ. അല്ല, അറഞ്ചം പുറഞ്ചമാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിന്റെ നമ്മുടെ എന്താ പറയുന്ന ടൈറ്റിൽ. യെസ്. അപ്പൊ അറഞ്ചം പുറഞ്ചത്തിന് ഒരു നല്ല ഗൈഡ് തരും എല്ലാരും. യെസ്. അപ്പൊ നമ്മുടെ ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാൻ പോവാണ്. ഓക്കെ? ജോലി തീരുന്നതിന് മുമ്പ് പൈസ തരുന്ന ഒരേ ഒരു ചാനൽ.
താങ്ക് യു അപ്പു. ഓക്കെ, അപ്പം വി വിൽ സ്റ്റാർട്ട് വിത്ത് പ്രിയങ്ക ചേച്ചിയുടെ ടീം. എന്നാ പറയുന്നു? തുടങ്ങാമല്ലോ. ഓക്കെ, അപ്പോ ആരാ ഇത് വാങ്ങുന്ന ഐശ്വര്യമായിട്ട്? അതിനു മുന്നേ ഞാനൊന്ന് വായിക്കട്ടെ. ചോദ്യം ഇതാണ്. ചോദ്യത്തിന്റെ ഉത്തരം എന്താവണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ആൻസർ മൂവി ആയിരിക്കണം. ഇപ്പൊ പറയുന്ന നമ്മളൊരു സെന്റൻസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ആ ക്ലൂ ഗസ് ചെയ്തിട്ട് സിനിമ ഏതാണെന്ന് പറയണം. സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. സിനിമയുടെ പേര് ഈ കവറിൽ ഉണ്ട് താനും. അകത്തുണ്ട്. അല്ല, പൊട്ടിച്ച് വായിച്ചിട്ട് പറഞ്ഞ പോരെ? വായിച്ചിട്ട് പറഞ്ഞ പോരെ? അതല്ല നല്ലത്. ഇല്ലില്ല, നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, ഇല്ല പാസ് ഒന്നുമില്ല. ഈ റൗണ്ടിൽ നമുക്ക് പാസ് ഒന്നുമില്ല. പിന്നെ ഒരു ഓപ്ഷൻ ചോദിച്ചോട്ടെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞങ്ങൾക്ക് നോക്കാം. ഫോൺ എവിടെ? അല്ല, ഫോണ് ഇവിടെ ഈ റൗണ്ടില് 10 പോയിന്റ് ആയിരിക്കും കിട്ടാൻ പോവാ. ഓക്കെ, റെഡി ആണല്ലോ? നമുക്ക് തുടങ്ങാലോ. ഓക്കെ, വായിക്കട്ടെ ഞാന്. ഓക്കെ, മൂവി ഷോസ് a young man fighting a powerful system after a personal tragedy. നീ മാതിരി ചോദ്യമാണ് ഞാൻ ഇല്ലട്ടോ. അവള് വായിച്ചത് മൂവി ഷോസ് a young man fighting a powerful system after personal tragedy. ഞാൻ പറഞ്ഞുതരാം. അത് പച്ചക്ക് മലയാളത്തിൽ പറ. മലയാളം ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ മലയാളം മീഡിയത്തിലെ പഠിച്ചത്. ഞാൻ പറയാം. അതാണ് ഇത്ര സ്റ്റൈല്. എനിക്ക് മനസ്സിലായി. പറഞ്ഞു കൊടുത്തേ. അല്ലല്ല, ഒരു മിനിറ്റ്, ബൈച്ചേട്ടൻ അതിന്റെ മലയാളം അവള് പറയട്ടെ. അതെ, മൂവി ഷോസ്, ഈ സിനിമ പറയുന്നത് ഒരു യുവാവ് ഒരു പേഴ്സണൽ ട്രാജഡി ഉണ്ടായതിനു ശേഷം പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഫൈറ്റ് ചെയ്യുന്നതാണ്. ആ സിനിമ ഏതാണെന്ന് ഒന്ന് ഗസ് ചെയ്തേ. അത് ഗസ് ചെയ്യേണ്ടത് ഇവരാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ വെറുതെ ആലോചിച്ചോ. അതായത് നമ്മുടെ ഒരു പൊതുഭരണകൂടത്തിനെതിരെ ഒരു പേഴ്സണൽ ട്രാജഡി ഉണ്ടായതിനു ശേഷം ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ഒരു യങ് മാൻ. എന്താ? മൂവി ഷോസ് a young man fighting ചേട്ടന് കിട്ടിയോ? മിടുക്ക. യങ് മാൻ എന്നൊക്കെ പറയാം. പറയല്ലേ? മലയാളത്തിൽ ഒന്നുകൂടെ പറഞ്ഞു തന്നെ. അതായത് നമ്മുടെ ഭരണകൂടത്തിനെതിരെ ഒരു യങ് മാൻ ഫൈറ്റ് ചെയ്യാണ്. ഒരു പേഴ്സണൽ ട്രാജഡി. നായകൻ ഫൈറ്റ് ചെയ്യുന്നതാണ് സിനിമ. ഒരു പേഴ്സണൽ ട്രാജഡി ഉണ്ടായതിനു ശേഷം. ക്ലൂ തരുമോ? ദിലീപേട്ടൻ പടമാണോ? അതിലെ ഒരു പാട്ട് വമ്പൻ ഹിറ്റ് ആണേ. ആണോ? അല്ല, നമുക്ക് ഓൾറെഡി കിട്ടി. വേഗം പറ, നമുക്ക് സമയമില്ല. മണിക്കുട്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. ഒരു ക്ലൂ കൂടെ തരാമേ. ഓക്കെ, നമ്മുടെ ഇതിലെ നായകൻ നമ്മുടെ കൊച്ചി നഗരത്തില് റിയൽ ലൈഫില് ഒരു ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. അത് തന്നെ ചേച്ചി. പോരട്ടെ പ്രിയങ്ക ചേച്ചി. 5 4 3 മേഡം, ഞാൻ പറയാം. എന്താ അവിടെ നടക്കുന്നത്? ഒന്ന് ഉത്തരം പറ. മൈക്കിട്ട് പറ, കേക്കട്ടെ. കമ്മിറ്റി പടം. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാലോ? ഉത്തരം ലോക്ക് ചെയ്യാലോ? ലോക്ക് ചെയ്യാന്ന് പറഞ്ഞോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരിയാണോ എന്ന് നോക്കാനായിട്ട് പ്രിയങ്ക ചേച്ചി കമോൺ. അർജുനോ? ഒന്ന് നോക്ക്. എളുപ്പല്ലേ നോക്കുന്നേ? അയ്യോ, മൈക്കൊന്ന് കൊടുത്തേ. പ്രിയങ്ക ചേച്ചി പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഉത്തരവില്ല. ഞാൻ ഉദ്ദേശിച്ചല്ലേ പറ. നിങ്ങൾ പറഞ്ഞു കേക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. അർജുനൻ സാക്ഷി. അല്ല, തെറ്റ്. ഞാൻ പറയട്ടെ. ലയൺ. തെറ്റ്. നീ പറ. നമ്മുടെ
ജയസൂര്യയുടെ പടം. തെറ്റ്. അല്ല, ജയസൂര്യ അല്ല. ഒരെണ്ണം കൂടെ ഇന്ത്യൻ റുപ്പി. ഞാൻ കണ്ടു. ഇന്ത്യൻ റുപ്പിയോ? തെറ്റെല്ലാം തെറ്റ്. ഞാൻ പറയാം ജോസഫ്. എന്താ പ്രശ്നം? ഒരു ചെറിയ അടി ഉണ്ടായില്ലായിരുന്നോ? ജോസഫ്. അങ്ങനെയാണെങ്കിൽ അതിന് എന്താ താൻ കേസ് കൊടുത്തത്? ജോജു ചേട്ടൻ അധികം പ്രായമുള്ള മനുഷ്യനാണോ? ചോദ്യം ഇച്ചിരി ജോജു ചേട്ടൻ ഞങ്ങൾക്ക് യങ് മാൻ ആണ്. അല്ല റോഡിലിട്ട് തല്ലിന്ന് പറയുമ്പോ അത് വണ്ടി. അതാണ്. യെസ്, ഓക്കെ. നമ്മള് 10 പോയിന്റ് പോയി. സമ്മതിച്ചു. താങ്ക് യു. പ്രതീക്ഷകളെല്ലാം ചേട്ടാ റെഡി? ചോദ്യം ഒന്ന് വായിക്കാണേ. പച്ച മലയാളത്തിൽ ഞാൻ വായിക്കാം. ഓക്കെ ഗൈസ്, മൂവി ഡസ് എ മാൻ fake being blind to solve problems. ഇത് കത്തിയില്ലെങ്കിൽ പിന്നെ എന്താ? സിമ്പിൾ ആണ്. മൂവി ഡസ് എ മാൻ ഫേക്ക് ബീങ് ബ്ലൈൻഡ് ടു സോൾവ് പ്രോബ്ലംസ്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ധനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. പ്രിയങ്ക ചേച്ചി, ഐ ആം സോറി. എന്റെ പടി വന്ദന. കൊറേ പടങ്ങളില്ലേ? ഇല്ല ഇല്ല പറ. ഏതെങ്കിലും വാസന്തി ലക്ഷ്മി പിന്നെ ഒപ്പം ഉണ്ട്. വാസന്തി ലക്ഷ്മി പിന്നെ ഞാനുമാണ്. വാസന്തി ലക്ഷ്മി പിന്നെ ഞാനുമാണ് പറഞ്ഞത്. ഞങ്ങൾ വരട്ടെ ഉത്തരം. വേണ്ട, പറയാണ്. ചോദ്യം വളരെ ക്ലിയർ ആണ്. അന്ധനായിട്ട് ഫേക്ക് ആയിട്ട് സംസാരിക്കാൻ അനുവദിക്കോ? പൊളിച്ചടുക്കി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പൊട്ടിച്ചോ? ആൻസർ കറക്റ്റ് ആണോ നോക്കാം. ഭ്രമരോ? ഭ്രമം. മോളെ ഈ ഭ്രമം എന്ന് പറഞ്ഞ പടത്തിൽ ആരാ അഭിനയിച്ച? ഞങ്ങൾ അറിയ പോലും അറിയില്ല അങ്ങനെ ഒരു പടം. അങ്ങനെ ഒരു പടമില്ല. തെറ്റാണ് ആൻസർ. ആൻസർ തെറ്റാണ്. ആൻസർ തെറ്റ്. ഭ്രമം ആരഭിനയിച്ചു? ആരായി ചോദ്യം ഉണ്ടാക്കിയത്? ഞങ്ങൾ ഇവിടെ ആക്ച്വലി പാട്ട് ഗസ് ചെയ്ത് ചെസ് തന്നെയായിരുന്നു. അല്ലേ? അല്ല, അത് ആരുടെ പടാ? ഭ്രമം. ഞാനും ചെസ്സാ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ സിനിമ പൃഥ്വിരാജിന്റെ പടാ. ഭ്രമോ? ആരും കാണാത്ത പടം. ഞാൻ ആക്ച്വലി പൃഥ്വിരാജിന്റെ പടം എന്ന് പറഞ്ഞു. പക്ഷെ പേര് അറിയണ്ടായിരുന്നില്ല. ശരി, നമ്മൾ അടുത്ത പോവാണേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഭ്രമോ ഇല്ല. പ്രിയങ്ക ചേച്ചി ചേട്ടാ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ പരിപാടി തീർന്നു. അപ്പൊ എന്തായാലും നല്ലൊരു കൈയ്യടി കൊടുത്തേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. അതിനേക്കാൾ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ട് ചെസ് എന്ന് പറഞ്ഞൊരു പടമില്ലേ? പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഈ പടമല്ലേ? നിങ്ങൾ എന്തിനാ തെറ്റായിട്ട് ഉദ്ദേശിക്കുന്നത്? ആര് പറഞ്ഞു? നിങ്ങളെ കൊണ്ട് ചേട്ടാ ആദ്യമേ പറഞ്ഞു പൃഥ്വിരാജിന്റെ പടമാണ്. പക്ഷെ ഞാനിത് ചേട്ടന്റെ പേര് അറിയാണ്ട് പോയതാണ്. ഇതാണല്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. പറയില്ലേ? യെസ്, നമ്മൾ അടുത്ത ടീമിലേക്ക് കടക്കാണ്. ചോദ്യം ഇതാണ്. മൂവി ഡസ് എ സ്ട്രിക്റ്റ് ഫാദർ സൺ ഇമോഷണൽ ബോണ്ട് ബ്രേക്ക് ഡ്യൂ ടു ഈഗോ കാരണം അച്ഛന്റെയും നിങ്ങൾ ഉറക്കെ പറയല്ലേ കേട്ടോ, അച്ഛന്റെയും മകന്റെയും ഈഗോ കാരണം അവരുടെ ആ ഒരു ഇമോഷണൽ ബോണ്ട് നഷ്ടമായ ഒരു സിനിമ. ചോദ്യം ഇവരോടാണ് കേട്ടോ, നിങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആൻസറിന് ഇപ്പൊ നേരത്തെ വന്ന 2 ക്വസ്റ്റ്യനും ഒന്നിലധികം സിനിമകൾ വരും. അപ്പൊ ഏതെങ്കിലും ഒന്നുകൂടെ കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നത് സെയിം കഥകള് പിന്നെ നിങ്ങൾ ക്ലൂ അത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഇത് സത്യം പറഞ്ഞ ഇത് ലെക്കിന്റെ ഒരു കളിയാണ്. അപ്പൊ നിങ്ങൾ ആൻസർ ഞാൻ തരികയാണ്. നിങ്ങൾ ഉത്തരം പറഞ്ഞ് ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തുറക്കാം. ഓക്കെ ചേച്ചി, ആൻസർ ഏതാണ് പറയുന്നത്? സ്ഫടികമാണ് പറയുന്നത്. ഉത്തരം ഏതാന്ന് നമുക്ക് നോക്കാം.
അതാ പ്രശ്നം. കാരണം വെച്ചാൽ ഒരു അതെ അല്ല പ്രശ്നം പറഞ്ഞു നിങ്ങൾക്ക് 10 കിട്ടി. അല്ല ഇതുപോലെ വേറെ കണക്റ്റഡ് ആയിട്ടുള്ള വേറെ 10 കിട്ടി നിനക്ക്. വിത്ത് പെർമിഷൻ തുറക്കാൻ പോവാണ്. Yes, guys. തുറക്കാതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. കിരീടം. അല്ല വേറൊരു കാര്യമുണ്ട്, ഇതൊരു ഒരുപാട് ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഫിലിംസ് ഉണ്ട്. ചേച്ചി ഇത് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നമുക്ക് നിങ്ങൾ ഇത്ര പേർക്കും കൂടെ 2 മൈക്കേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൂടി പറയുന്ന ഒന്നാമത് നമ്മൾ ക്യാമറയിൽ കേൾക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്നത് ഒന്ന് കുറച്ച് ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയാം. ഒരു മിനിറ്റ്. പിന്നെ ഈ സംഭവം വെറുതെ കുസൃതിയായിട്ട് പോകുന്ന ചോദ്യങ്ങളായതുകൊണ്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് തരാൻ പറ്റൂല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഓളത്തിൽ പോകാം. അതെ, ഇനി കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ റൗണ്ട് കാരണം എന്താ ചേച്ചി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കാരണം 3 പേരുടെ 10 പോയിരിക്കുക. Fourth question to the fourth team. Family, does a father secretly protect his family after a crime? പറഞ്ഞോട്ടെ. ഒരു ക്രൈം നടന്നതിന് ശേഷം ചിലപ്പോ ഇതിപ്പോ നിങ്ങൾ ഇത്രയും ഗസ് ചെയ്തിട്ട് തെറ്റിപ്പോയതാണ് എല്ലാം. അതുകൊണ്ട് ചിലപ്പോ ഇതും തെറ്റാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സാധ്യതകളും ഒന്ന് നോക്കിയിട്ട് ആൻസർ പറയാവുള്ളൂ. മൂവി ഡസ് എ ഫാദർ സീക്രട്ട്ലി പ്രൊട്ടക്ട്, അതായത് അച്ഛൻ അവരുടെ കുടുംബത്തെ ഒരു ക്രൈം നടന്നതിന് ശേഷം സംരക്ഷിക്കുന്നതാണ് സിനിമ. എന്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും കാണുന്ന എല്ലാവരുടെയും മനസ്സിലും ഒരൊറ്റ സിനിമയായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ അത് തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഇതൊന്ന് കൊടുത്തേ, ഒരു ആൻസർ പറഞ്ഞേ. ആൻസർ ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും അറിയാവുന്ന ദൃശ്യം. അപ്പൊ ദൃശ്യമാവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല കേട്ടോ. അതെന്ത് ന്യായമാണ്? പറയാങ്ങോട്ട്, ഞാൻ ശരിയാക്കി തരാം. അല്ല നമുക്കൊരു ഓരോടി പറഞ്ഞോട്ടെ. വെറുതെ ഓക്കെ, ആദ്യം പറഞ്ഞത് നമ്മൾ എടുക്കത്തുള്ളൂ. രണ്ടാമതെന്നാലും ഒരു സമാധാനത്തിന് പറഞ്ഞോട്ടെ. ചേട്ടൻ ഒന്ന് മൈക്ക് കൊടുക്കാവോ? കേൾക്കുന്നില്ല. ഇതൊരു വൈൽഡ് കേസ് ആണ്. മറ്റേ ബാലേട്ടൻ അതിനകത്ത് ഒരു ക്രൈം പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഒരു ക്രൈം അല്ല, ഒരു ചെറിയ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതാ ലോക്ക് ചെയ്യണ്ടേ? ദൃശ്യം ലോക്ക് ചെയ്യാലോ. എന്നിട്ട് നമുക്ക് ആ എൻവലപ്പ് ഒന്ന് തുറന്നിട്ട് ആൻസർ നോക്കാം. 10 പോണേ. ഓ, ഈ ലഡു എനിക്ക് കഴിക്കാൻ കൊതിയാവുന്നു. എല്ലാവരും 10 പോയ പോലെ ഇത് പോണേ. ഈശ്വരാ 10 പോണേ. 10 പോട്ടെ. ദൈവമേ, 10 പോണേ. ദൃശ്യം ആദ്യമായിട്ട്. പക്ഷെ അത് കുറച്ച് ഈസി ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഒരു ഈസി ക്വസ്റ്റ്യൻ കൊടുത്ത് ഇത് സ്പെഷ്യാലിറ്റി. ചേച്ചി എന്താ പ്രശ്നം അറിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. ആദ്യം ചോദിച്ചപ്പോ എനിക്ക് തരാൻ വെച്ച ചോദ്യമാണത്. അത് കൈ മാറിയിട്ട് 2 ചോദ്യം കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് ചോദിക്കണ്ട. വേണ്ട. നിങ്ങളുടെ ചീത്ത ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് 10 പോയിന്റും അവർക്കാണ്. ഒരു ലഡു കൊടുക്കട്ടെ. അല്ല, ഒരു കാര്യം പറയട്ടെ. ലഡു ആയതുകൊണ്ട് മക്കൾ എത്ര വേണേ തിന്നു. അതെ, 2 പേരും കൂടി വേണമെങ്കിൽ എടുത്ത് ഒരെണ്ണം. ഇതെന്താ മധുരം കൊടുക്കല? 5 ചേച്ചിക്കും രാഹുൽ ചേട്ടനും 10 പോയിന്റ്സ്. ഒരു നല്ല കൈഡി കൊടുത്തേ. ചേട്ടൻ വന്നപ്പോ തൊട്ട് ഗോൾഡ് കോയിൻ 1 lakh rupees. എന്താ ചേട്ടാ മോനെ? ഇത് ഈ ചാനലിന്റെ പേരറിയാലോ അല്ലേ? പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ചേട്ടാ. സ്ട്രോബെറി അത് കുന്നപ്പള്ളിയിലെ കയ്യിൽ ഫോൺ ഉള്ളവരൊന്ന് മാറ്റി വെക്കാമോ? നല്ല അടിപൊളി കമന്റ്സ് വരാൻ സാധ്യത. താങ്ങാനാവുന്നതിന് അപ്പുറത്തായി വിട്, അവർക്ക് പേയ്മെന്റ് ഇല്ല, സമാധാനിക്കും. മൈൽ സ്റ്റോൺ ഉണ്ട്. യെസ് ഗയ്സ്, സെക്കൻഡ് റൗണ്ട്. ഓക്കേ, ദൈവമേ, അതിലെങ്കിലും എങ്ങനെയുണ്ട് ലഡു? നല്ല ലഡു. പേടിച്ചാ കഴിച്ചത്, പക്ഷെ കൊള്ളായിരുന്നു. ഇനി നമുക്ക് ഒറ്റ റൗണ്ട് കൂടെ ഉള്ളൂ. ഈ റൗണ്ടിൽ ശരിക്കും പിടിച്ചാ നിങ്ങൾക്ക് ഗപ്പ് കൊണ്ടാവും. പിടിക്കണം. ചോദിക്കട്ടെ. ഗയ്സ്, ചേച്ചി ഇതുവരെ എങ്ങനെയുണ്ട്? നന്നായിരുന്നു. നിങ്ങൾക്ക് ടഫ് ആയിരുന്നു എന്ന് എനിക്കറിയാം. മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ ഒരു ഓളമായിരുന്നു. ഞങ്ങൾ ഗപ്പിന് വേണ്ടി വന്നവരല്ല, ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നവരാ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയാലോ. എൻജോയ്മെന്റ് കുച്ചിപ്പടി നടത്താം. നീ എൻജോയ് ചെയ്യും. കുച്ചിപ്പടി നടത്ത്. കുച്ചിപ്പടി അറിയത്തില്ല. ഇവിടെ വന്നപ്പോ മുതലേ പ്രിയങ്ക ചേച്ചീനെ അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഈഗോ അടിച്ചിട്ടുണ്ട്. മോളെ ഈഗോ ചുരുട്ടി കയ്യിൽ വെച്ചോ കേട്ടോ. അങ്ങനെയൊക്കെ തോന്നും. അഞ്ജന ചേച്ചി, നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ? ആണോ? അഞ്ജന ചേച്ചി അത് പ്രൂവ് ചെയ്യണം. അതെ, എങ്ങനെ പ്രൂവ് ചെയ്യണം?
ചേച്ചിയോട് പ്രത്യേകത സ്നേഹം കാണിക്കുന്നു ചേച്ചി ക്വസ്റ്റ്യൻസ് കൊടുത്ത് ആ ചേച്ചി അതെന്താന്നറിയോ ഈ കുടുംബത്തിലെ മൂത്ത ചേച്ചിയാണ്. അല്ല പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു അസുഖമാണത്, ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു രോഗമാണത്. മറ്റുള്ളവരെ കാണുമ്പോ അങ്ങനെ തോന്നാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ചോദിക്കും. ഈഗോ ഉണ്ടെങ്കിൽ എനിക്ക് തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈഗോ അടിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ അടുത്തായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മൈൽ സ്റ്റോണിലെ എല്ലാ ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തിനാന്ന് അറിയില്ല, ചേച്ചി വൈറൽ ആവാനാണോ എന്ന് എനിക്കറിയില്ല. ചേച്ചി പണ്ട് പാവമായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഇന്നാള് മോദി അങ്കിളിനെ കണ്ടു. ഓക്കെ ഇതായിട്ട് പറയുന്നല്ലോ കേട്ടോ, രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷെ നമ്മുടെ മീഡിയക്കാർ വരുമ്പോ ചേച്ചി എന്തിനാ അവരെ എതിർത്ത് ഇങ്ങനെ സംസാരിക്കുന്നേ? അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. നിനക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ഒരു അറ്റൻഷനും ഇല്ലല്ലോ ഇപ്പൊ. നീ വിചാരിച്ച നടക്കൂല. ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്കില്ല. ഈ ലോകത്തുള്ള ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ മതി. ഇത് നിങ്ങൾ എന്തോ ഒപ്പിക്കാൻ വേണ്ടിട്ടാണ്. എന്ത് ബോംബാണ്? നിങ്ങൾക്ക് ആർക്കും നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ചേച്ചിയുടെ. അത് ഞാനിങ്ങനെ പറയും, ചേച്ചി എന്തായാലും മീഡിയ അറ്റൻഷൻ ഒക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലാണ്. മീഡിയക്കാരുടെ ശ്രദ്ധ കിട്ടാൻ ചേച്ചി അതും ഇതും ഒക്കെ പറയുന്നു. അവരോട് കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കണം. ചേച്ചിയെ കുറിച്ച് നമുക്ക് നാട്ടുകാർക്കും ഒക്കെ ഭയങ്കര ഒരു അഭിപ്രായമല്ലേ. ചേച്ചി ഇപ്പൊ അഭിപ്രായമൊക്കെ അങ്ങ് കളഞ്ഞ് നശിപ്പിച്ച് കുളം തോണ്ടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞില്ല. ബോംബുണ്ട്. ആ ബോംബ് ഞാൻ പൊട്ടിക്കും. ആ ബോംബ് ഞാൻ പൊട്ടിക്കും. ആ ചേച്ചിയുടെ ഇമേജ് ഞാൻ കളഞ്ഞിരിക്കും. ഇതായിരുന്നു ആ ബോംബ്. Happy birthday dear Priya Chechi. Happy birthday Priya Chechi. Happy birthday to you. അങ്ങനെ ഈ കുടുംബത്തിലെ മൂത്ത മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി 50 വയസ്സ്. അങ്ങനെ വേണ്ട 30 വയസ്സ്. നമസ്കാരം. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എനിക്ക് മൈൽ സ്റ്റോണിൽ വന്നിട്ട് കുടുംബാംഗം എന്ന് പറഞ്ഞ എപ്പോഴെപ്പോഴും പറയുന്ന പോലെ തന്നെ മൂത്തൊരു ചേച്ചിയെ പോലെ കണ്ട് എന്റെ അപ്പൂസ് ആയിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അങ്ങനെ ഒരു അറേഞ്ച്മെന്റിൽ ഒരു കേക്ക് കെട്ടിയത് എന്റെ ഈ ബർത്ത്ഡേ ആഘോഷിച്ചതിൽ മൈൽ സ്റ്റോണിന് പ്രത്യേകം നന്ദി. കൂടാതെ ഈ നിൽക്കുന്ന എല്ലാവരും, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ അനിയത്തി ചേലി, അങ്ങനെ എല്ലാവരും ചേട്ടന്മാരൊക്കെ, അതേപോലെ തന്നെ ക്യാമറയിൽ നിൽക്കുന്ന എന്റെ കൊച്ചനുജന്മാര്, ബാക്കി എല്ലാവരും ഈ ഒരു എന്താ പറയാ ഈ സന്തോഷം തന്നേന്. നമ്മൾക്കൊക്കെ ജീവിതത്തിൽ വളരെ ചെറിയ ഒരു നേരം ഒരു സന്തോഷം കിട്ടാൻ നടക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലെയല്ല, വീട്ടിലെ കാര്യം അല്ല പറഞ്ഞത്, എന്റെ കാര്യം. ഞാനിപ്പോഴും സ്റ്റിൽ 25-ലാണ് നിൽക്കുന്നത് മനസ്സുകൊണ്ട്. മനസ്സുകൊണ്ട് 25-ലാണ് ചേച്ചി. യെസ്. അപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അപ്പൊ ചേച്ചി എല്ലാം അടിപൊളിയാവട്ടെ. ഇനി വരുന്ന വർഷങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ഒരുപാട് സിനിമകള് പ്രൊജക്ടുകളൊക്കെ വരട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്. അതെ, പ്രിയങ്ക ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയ സമ്മാനം, ഒരു ചെറിയ കാര്യം കൂടെ പറയട്ടെ. ഒരു ചെറിയ നിക്കറും ഷർട്ടും ഇട്ട് എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ സൈക്കിളും ചവിട്ടി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബാലനാണ് ഈ ഇരിക്കുന്നത്. അന്ന് ഈ ബാലന്റെ ഒരു കഴിവ് ഞാൻ അറിഞ്ഞിരുന്നില്ല. പോകെ പോകെ ഓരോ പാട്ടുകൾ പാടും. അമ്മയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു, അമ്മയൊക്കെ ആയിട്ട് അറിയുന്ന. അപ്പൊ മോന്റെ ഈ ഉയർച്ച ഇത്രയും വലിയൊരു സ്ഥാനത്ത് എത്തിയതിൽ അമ്മയുടെ പുറകിൽ ഇഷ്ടം പോലെ അമ്മ ഇത്രയും ഉയർച്ചയിൽ എത്തിയിട്ട് പോലും ആ കുട്ടിനെക്കറ് കിട്ടാൻ ഇപ്പോഴും നടക്കുന്നു. അതല്ല, എന്തിനും ഒരു പ്രോത്സാഹനം അമ്മയാണ്. അമ്മ എന്ന് പറയുന്നത് അത്രയും വലിയൊരു, അപ്പൊ അത്രയും മോന് വേണ്ടി അമ്മ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനൊരു വലിയൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഈ ഷൂട്ടിന് വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മ പ്രത്യേകമായിട്ട് അന്വേഷിക്കാനും പറഞ്ഞിരുന്നത് പ്രിയങ്ക ചേച്ചിയുടെ അടുത്താണ്. പ്രിയങ്ക ചേച്ചിയുടെ അപ്പം ഈ ഒരു ബർത്ത്ഡേ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ആവട്ടെ. ഞങ്ങൾക്ക് ഇതാണ് തരാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം. ഏകാന്ത സന്ധ്യ വിടർന്നു
സ്നേഹയൽമുനാ നദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല. വരുമെന്നു വെറുതെ തോന്നി ഈ വഴിയിലേറെ നിന്നു ഞാൻ, ഇന്നും അവൻ കാണാൻ വന്നില്ല. അവൾ കാറ്റായി മുളയായി ഞാൻ സ്വരനിശ്വാസമായൻ ഗാനം. ഒരു നക്ഷത്രമനമിന്നു മകളെ വിതുമ്പുന്നിതാ. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ, പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. ഈ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തതും ഈ പാട്ടും എല്ലാം കൊണ്ട് അടിപൊളി. അപ്പൊ എന്റെ വക വിൽ യു ക്യാരി മീ? അഞ്ഞ അതിനെ കൂടി ചുമക്ക്. സോ നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. ഈ റൗണ്ടില് എല്ലാ കണ്ടസ്റ്റന്റിനും ഒരു വിസിൽ തന്നിട്ടുണ്ട്. ആ വിസിൽ ചുമ്മാ ഇങ്ങനെ ഊതി ഉത്തരം പറയാമെന്ന് വിചാരിക്കരുത്. ഉത്തരം പറഞ്ഞ് തെറ്റിയാൽ നെഗറ്റീവ് പോയിന്റ് 10 ആണ്. ഇപ്പൊ 40-ലും 30-ലും ഒക്കെ നിൽക്കുന്നവര് 10-ലേക്ക് 20-ലേക്കൊക്കെ പോകും. ഓക്കെ, പക്ഷെ ശരിയായിട്ട് ഉത്തരം പറഞ്ഞാല് 20 പോയിന്റ് കിട്ടും. ചോദ്യം കറക്റ്റ് കേട്ടിട്ടേ പറയാവുള്ളൂ കേട്ടോ. നിങ്ങൾ എപ്പോഴും ടീമാണെന്ന് തന്നെ ഓർക്കുക. ഇൻഡിവിജ്വൽ ഗെയിം അല്ല. നിങ്ങൾ ആര് വിസിൽ ഊതിയിട്ട് തെറ്റ് പറഞ്ഞാലും ടീമിന് ഒരു കൺട്രോൾ വേണം കേട്ടോ. ഓക്കെ ഗൈസ്, റെഡി ആണോ? ചോദ്യം കോമൺ ആണേ, കേട്ടല്ലോ, ശ്രദ്ധിച്ച് കേട്ടോണേ. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ പ്രസൻസ് ബാറ്റിൽ ഓഫ് ബ്രെയിൻസിന്റെ ലാസ്റ്റ് റൗണ്ട് ആണ് വിസിൽ റൗണ്ട്. റെഡി? ബസൽ റൗണ്ട് എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ മലയാള സിനിമകളിൽ നായകനും നായികയുമായി അഭിനയിച്ച ഉറപ്പാണല്ലോ. -10. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ചോദ്യം മുഴുപ്പിക്കട്ടെ മാഷേ. അപ്പോഴേ പറഞ്ഞില്ലേ, കേട്ടിട്ടേ പറയാവൂന്ന്. ഏറ്റവും കൂടുതൽ, ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ മലയാള സിനിമകളിൽ നായകനും നായികയുമായി അഭിനയിച്ച എന്ന് പറഞ്ഞ് ഞാൻ പോസ് ചെയ്തപ്പോഴേ എനിക്കറിയാത്തത് നിങ്ങൾ ആരെങ്കിലും വിസിൽ ചെയ്യുമെന്ന്. ചോദിച്ച ചോദ്യം രണ്ടാമത്തെ ജോഡി എന്നുള്ളതാണ്. ആൻഡ് ദ ആൻസർ ഈസ്, ആർക്കെങ്കിലും അറിയാവോ? അറിയത്തില്ല. വേണ്ട ഞാൻ മമ്മൂട്ടി ആൻഡ് സീമ ചേച്ചി. ചോദ്യം മനസ്സിലായല്ലോ, ഉത്തരം മനസ്സിലായല്ലോ, ഗെയിം മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചോദ്യം. ആദ്യമായി മലയാളത്തിൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നതും മാഗസിൻ തുടങ്ങുന്നതും ഏത് നടന്റെ പേരിലാണ്? ഇപ്പൊ ആർക്കും വിസിലില്ല അല്ലേ? അങ്ങനെ ചോദിക്കണോ? ചോദ്യം ഒന്നുകൂടെ. ചോദ്യം ഇതാണ്, ആദ്യമായി മലയാളത്തിൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നതും മാഗസിൻ തുടങ്ങുന്നതും ഏത് നടന്റെ പേരിലാണ്? ആൻഡ് ദ ആൻസർ ഈസ് ഞാൻ രാജാ സാഹിബിന് കൊടുക്കില്ല. മമ്മൂട്ടി. And the answer is correct. You got 20 points, bro. രാജ, നീ ഊതിയെങ്കിലാ? And the third question is, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട മലയാള സിനിമ. And the answer is, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട റീമേക്ക് ചെയ്യപ്പെട്ട സിനിമ ഏതാണ്? And the answer is, ആരെങ്കിലും ഊത്. ദൃശ്യം. തെറ്റ്. -10. സമാധാനായി.
പ്രിയങ്ക ചേച്ചി അല്ലല്ല ഒരു മിനിറ്റ്, പ്രിയങ്ക ചേച്ചി ഉത്തരം പറയാതിരിക്കല്ലേ, ഉത്തരം പറ. പറയണോ? ആ. തെറ്റുത്തരായാലും ആ. മാർക്ക് പോണല്ലേ? രണ്ടും പഠിച്ചു വെച്ചാൽ ഇവന് ഊതും. ഇതിപ്പോ എന്ത് ഫണ്ണാ ഉള്ളത്, നിങ്ങൾ പറയാന്നേ. എന്താ ആൻസർ മണിച്ചിത്രത്താഴോ? ആൻ ചേച്ചി തെറ്റൂന്ന് പറഞ്ഞ് പറയാതിരുന്ന ഇതാ ഉണ്ടാവുക. ചിലപ്പോ മൈനസും കിട്ടില്ല, കൂടുതലും കിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ ദിൽവാലിയ. ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്റർ ഉണ്ട്. യെസ് ദിൽവാലിയ എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും ആൻസർ ശരിയാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. ശരി, അപ്പൊ you got 20 points. And the next question is, ഇതുവരെ പറയാതിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരുമാണ് കേട്ടോ. കിലുക്ക സിനിമയിൽ രേവതി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്? ഊതിക്കഴിഞ്ഞാൽ പറയണോ? പറ. ആവേശത്തിൽ ഊതിയതാ അല്ലേ? തമിഴ്നാടിന്റെയോ? തമിഴ്നാടിന്റെ ആവശ്യം ഇല്ലില്ല. ഇവിടെ ഊതി, വൈശേട്ടൻ ഊതി. പറ, ഊതല്ലേ ഏത് അങ്ങനെ നമ്മുടെ വിസിലൂതി തൂക്ക റെഡി ചേച്ചി. തോറ്റ് 10 പോയിന്റ് പോയി. And the answer is ചേച്ചി അവസരം കഴിഞ്ഞു. നന്ദിനി കറക്റ്റ് ആണ്. ഓക്കെ, and you got 20 points. അഞ്ജലി ചേച്ചിയും ബൈജോനും 20 പോയിന്റ് കൂടി കരസ്ഥമാക്കിയിരിക്കുന്നു. ജഗതിയുടെ ഡയലോഗ് പറയാമോ നിനക്ക്? ജഗതിയുടെ അടുത്ത ചോദ്യം രാജചേട്ടൻ. ഗൈസ്, രാജചേട്ടൻ നമ്മുടെ കിലുക്കത്തിലെ ജഗതി ചേട്ടന്റെ ഒരു അടിപൊളി ഡയലോഗ് പറയാൻ പോവാണ്. പറ. അപ്പൊ ഈ സിനിമയിലെ തന്നെ ഒരു ഡയലോഗ് നമുക്ക് പറയാം. അതായത് ലാലേട്ടനും ജഗതി, പിന്നെ അതിന്റെ ആ തുടക്കം എങ്ങനെയായിരുന്നു? ലാലേട്ടന്റെ മിക്കവാറും ഞാൻ കൂടി നാളെ സിംഗപ്പൂർ. അതെ, ഞങ്ങൾ അവിടെ ഇങ്ങനെ സിംഗപ്പൂരിലെ ലാൽ വിഷായിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇവിടെ ഫോട്ടോ എടുത്ത് നടക്കുന്ന നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. അങ്ങനെ അയക്കുമ്പോ ഒരു 500 രൂപ അങ്ങനെ അയക്കുമ്പോ ഒരു 500 രൂപ കുറച്ച് അയക്കണം. അവസാനല്ലേ ഞാനിത് മൊത്തം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ചെയ്യാതെ പറയുന്നായിരുന്നു. ഓക്കെ, ഇതുവരെ അനങ്ങാതിരിക്കുന്നത് ആരാണെന്ന് അറിയാലോ. ശരിയാ. ആ ചേച്ചി, ഞാൻ നല്ല പ്രതീക്ഷിക്കുന്നുണ്ട്. ചേട്ടാ അടി വാങ്ങും. ഇത് പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനും അടിയാ. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. എനിക്ക് വിസിലോ ചോദിക്കില്ല. ഒന്ന് നിർത്തിക്കേ, ഉത്തരം പറഞ്ഞേ. പോയി ചാൻസ് പോയി. ഇല്ല, വിസിലൂതി കഴിഞ്ഞ ഉത്തരം പറഞ്ഞേ. ഞാൻ ചോദ്യം ചോദിച്ചാൽ ഇന്ന് എട്ടിപ്പോയി. സോറി, സന്ദേശം. അല്ല, ചോദ്യം കംപ്ലീറ്റ് ചെയ്തോ? സന്ദേശം എന്നല്ലേ പറഞ്ഞത്? എന്നാ ചോദ്യം തന്നെയാ. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുതെന്ന് ഏത് ഹിറ്റ് സിനിമയിലെ ഡയലോഗാണെന്നാണ് എന്റെ പൊന്നളിയാ. ഈ ഒരു സമയത്തില് ശ്രീനിവാസൻ സാറിന് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സ്മരിക്കുന്ന ഒരു മൊമെന്റ് കൂടിയാണ് കേട്ടോ. അദ്ദേഹം കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമ്മളെല്ലാവരും വിട്ടുപോയിട്ട്. അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് സന്ദേശം എന്ന് പറയുന്ന സിനിമ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകൻ ഏത് യുവ സിനിമ നടന്റെ സഹോദരനാണ്? അവിടെ ഗണപതി. ആൻഡ് ആൻസർ ഈസ് കറക്റ്റ്.
ഞാനൊരു കാര്യം പറയട്ടെ, ഈ ടീമിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻ ചേച്ചി. ആൻ ചേച്ചി ഒന്നും സമ്മതിക്കുന്നില്ല. എന്താ അവിടെ ഒരു കുശലം മനസ്സിലേ ഗണപതി ആരാണ്? മുരുകന്റെ അനിയനാണോ? എന്നോട് ചോദിച്ചേ ഈ ഞാൻ പറഞ്ഞേ ശ്രീ മുരുകൻ. ഇനി ടോട്ടൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം എന്താ വെച്ചാല് 4 ക്വസ്റ്റ്യൻ ഉണ്ടോ? എന്നാ ടീച്ചർ മാർക്കല്ലേ? ബൈജു ചേട്ടൻ 80, അഞ്ജു ചേച്ചി 50, നിങ്ങള് 50, നിങ്ങള് 30. അല്ല, ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഒരു മിനിറ്റ്. ഇതുവരെ ഞാൻ ചേട്ടന് ഊതാൻ സമ്മതിച്ചില്ല. ഇനി 4 ഇടത്തിന് ഊതിക്കണം കേട്ടോ. പറഞ്ഞു ആകെ കൂടെ 30 പോയിന്റ് അല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. പറഞ്ഞു ഊതിക്കോട്ടെ. അടുത്ത ചോദ്യം. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഏത് സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി അഭിനയിച്ചത്? അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് ഏത് സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി അഭിനയിച്ചത്? ആൻഡ് ആൻസർ ഈസ് അല്ല, അതായത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. സംവിധാനം ചെയ്യുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഏത് സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി അഭിനയിച്ചത്? പദയാത്ര. ആ ചേട്ടനെ ഊതാ സമ്മതിച്ചില്ലേ? എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ആൻ ചേച്ചി മനസ്സിൽ എന്തൊക്കെയോ തെറ്റുത്തരം വിചാരിച്ചിട്ട് അടുത്തിരിക്കുന്ന ആളെ കൊണ്ട് മിണ്ടാണ്ടിരിപ്പിക്കാണ്. ടീച്ചറെ വണ്ടി എടുക്കും, മിണ്ടാതിരുന്നു. ഞാൻ എത്ര നിഷ്കളങ്കരാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പാവം ചേട്ടൻ ഒരു പാവം. അതിനകത്ത് ചോദ്യം. ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിച്ച മാർക്കോ എന്ന ചിത്രം ഏത് സിനിമയുടെ സ്പിൻ ഓഫ് ആണ്? ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിച്ച മാർക്കോ എന്ന ചിത്രം ഏത് സിനിമയുടെ സ്പിൻ ഓഫ് ആണ്? സോറി, എനിക്കറിയില്ല. അറിയില്ല. ടീച്ചർ തന്നെ പറ. മിഹായൽ, റൈറ്റ്? മിഖായൽ, അതാരുടെ പടം? മിഹായൽ. അതേത് പടം? ഇനി ലാസ്റ്റ് ചോദ്യം ട്ടോ. ആൻഡ് ദ ചോദ്യം ഈസ്, ആക്സിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആക്സിഡന്റ് ആകുമായിരുന്നു, കൊലപാതകമാണെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് കൊലപാതകം. ഏത് സിനിമയിലെ ഡയലോഗാണിത്? ഡയലോഗ് തെറ്റിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഒന്ന് പോ. ഉത്തരം അറിയാൻ പാടത്ത് പിന്നെ ഞാൻ എന്ത് പറയാനാ? ഒന്നുകൂടി പറയാണ് കേട്ടോ. ആക്സിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആക്സിഡന്റ് ആകുമായിരുന്നു, കൊലപാതകം എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് കൊലപാതകം. ഈ ആൻ ചേച്ചി മൊത്തം കേട്ടോ. പറ. അതെ, ഉത്തരം പറയണോ? ഉത്തരം പറയും. അറിയില്ല. ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങനെയായിരുന്നു. ആക്സിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആക്സിഡന്റ് ആകുമായിരുന്നു, കൊലപാതകം എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് കൊലപാതകം. ആൻസർ പറ. ചേട്ടാ അറിയില്ല. മാർക്ക് നിനക്ക്, ടീച്ചറിന്റെ മാർക്ക്. And the answer is കൂടെവിടെ. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ആദ്യത്തെ കളർ ചിത്രം, മലയാള കളർ ചിത്രം, ആദ്യത്തെ മലയാള കളർ ചിത്രം. ആ പറ. ചെമ്മീന്. ഇത് തെറ്റാ. ആദ്യത്തെ മലയാള കളർ ചിത്രം ചെമ്മീൻ തെറ്റാണ്. -10. പറ. തെറ്റ് അല്ല, കണ്ടം വെച്ച കോട്ട്. ഹലോ എവ്രിവൺ, നമ്മള് നിങ്ങളുടെ സ്കോർ ബോർഡിലേക്ക് കടക്കാണ്. ഗാർഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ പ്രസൻസ് ബാറ്റിൽ ഓഫ് ബ്രെയിൻ വെച്ചിട്ടുള്ള കഠിന കഠോരമായിട്ടുള്ള യുദ്ധം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സെലിബ്രിറ്റി ക്വിസ് ലീഗ് Season 2, and our beauty partner is Dazzler Eterna, and the score board is ആരാ വിന്നർ എന്നറിയണ്ടേ? നമ്മുടെ ബൈജു ചേട്ടനും അഞ്ജന ചേച്ചിയും അങ്ങനെ വിന്നർ ആയിരിക്കുകയാണ്. And they got 70 points. And രണ്ടുപേർക്കും 2 കപ്പ് വീതം. അപ്പൊ എല്ലാവരും ഒരു നല്ല കൈ അടിച്ചേ. ബൈഷനും അഞ്ജന ചേച്ചിക്കും.
അത് മാത്രല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നോ നമ്മുടെ ക്വിസിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി സമ്മാനങ്ങൾ ഉണ്ടെന്നുള്ളത്. അത് അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്ന് പിടിച്ചോ. തല്ലുണ്ടാക്കരുത്. ഓക്കെ, അഞ്ജു ചേച്ചിയും രാഹുൽ ചേട്ടനും ആൻ ചേച്ചിയും അമൽ ചേട്ടനും നിങ്ങൾ ഈക്വൽ ഈക്വലാണ്. 50-50 ആണ്. ഞങ്ങൾ അപ്പൊ അപ്പൊ ഇതിന്റെ വിന്നേഴ്സ് തന്നെ കൊടുത്താലോ? നിങ്ങൾ കൊടുത്താലോ? യെസ്. അപ്പൊ നല്ലൊരു ക്ലാപ്സ് കൊടുത്തേ. അത് രണ്ടും ടിഷ്യൂ പേപ്പർ അമൽ ചേട്ടനും കൂടെ കൊടുത്തോ. താങ്ക് യു. അല്ല എനിക്ക് എല്ലാവർക്കും ഇരിക്കേ അല്ല നിങ്ങൾക്ക് പ്രോത്സാഹനം. ഇനി നമ്മുടെ ബർത്ത്ഡേ ഗേളിനുള്ള സമ്മാനമാണ്. നമ്മുടെ പ്രിയങ്ക ചേച്ചിക്കും രാജചേട്ടനും they got 40 points and you guys did really good, right? അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കാം. സൂപ്പർ ഗൈസ്, താങ്ക് യു. ഇനി നമ്മള് ഒരു മൈൽ സ്റ്റോണിലേക്ക്, ആക്ച്വലി ഇദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. പുതിയൊരു ഷോ, മൈൽ സ്റ്റോൺ മ്യൂസിക് ഷോ നമ്മൾ തുടങ്ങാണ്. അപ്പൊ അതിന്റെ ആങ്കർ ആയിട്ട് ഇരിക്കുന്ന ആളെയാണ്, അഞ്ജു ചേച്ചിനെയാണ് നമ്മള്. You can give her a big round of applause. അഞ്ജു ചേച്ചി, വെൽക്കം ടു അവർ ഫാമിലി. ആസ് ആൻ ആങ്കർ ഒന്നും കൂടി വരില്ലേ? യെസ്. അപ്പൊ അഞ്ജു ചേച്ചിനെ നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അഞ്ജു ചേച്ചിക്ക് വേണ്ടി ഒരിക്കൽ കൂടി നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി കലക്കണം നമുക്ക്. മൈൽ സ്റ്റോൺ ഫാമിലിയുടെ പുതിയ ഷോ നടക്കുകയാണ്. അപ്പൊ ചേച്ചി അതിന്റെ ആങ്കർ ആയിട്ട് വരികയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മള് ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലെയാണ് ഡാസ്ലർ എറ്റേണയുടെ ഒരു ബോക്സ് തന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് തുറന്നു നോക്കാം. ഒരു വീട്ടിലേക്കല്ല, അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് അല്ല ഉള്ളത്. അങ്ങനെ അവിടെ തുറന്ന് അടിയും കഴിഞ്ഞു. ഇല്ല, ഒരാൾ തുറന്നാ മതി. ഇല്ല, ഡാസ്ലർ എറ്റേണ ഈസ് വൺ ഓഫ് ദി ലീഡിംഗ് ബ്യൂട്ടി ബ്രാൻഡ്സ് ആണ്. അവരുടെ ഐഷാഡോ പാലറ്റ് ആണ്, നമ്മുടെ ബ്യൂട്ടി പാർട്ണർ ആണ്. അപ്പൊ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഡാസ്ലറിന്റെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി കാണിക്കാം കേട്ടോ. പ്രൈമർ ഉണ്ട്, ഐഷാഡോ പാലറ്റ് ഉണ്ട്, കോമ്പാക്ട് പൗഡർ ഉണ്ട്. ഇത് നമ്മുടെ സുന്ദരിമണികൾക്കാണ്. ഇനി നമ്മുടെ ചേട്ടന്മാർക്കുള്ള ഹാമ്പർ ക്വീൻ നൽകുന്ന ഒരു കുട്ടി ബ്യൂട്ടിഫുൾ ഹാമ്പർ ആണ്. അപ്പൊ കുട്ടി ബ്യൂട്ടിഫുൾ ഹാമ്പർ ചേട്ടാ തുറന്നു നോക്കുക എന്തൊക്കെയുള്ളതെന്ന്. അത് നമുക്ക് തുറന്നല്ലേ. ഇതെന്താണ്, പെർഫ്യൂം ആണോ? നമുക്ക് ചിരട്ട, അത് സെന്റഡ് ക്യാൻഡിലാണ്. രാജചേട്ടാ, അതെ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഈ നിൽക്കുന്ന ചേച്ചിമാർക്ക് നിങ്ങൾ അത്ര സെൽഫിഷ് അല്ലെങ്കിൽ മേക്കപ്പ് എല്ലാവർക്കും യൂസ് ചെയ്യാം. ചേട്ടന്മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ചേട്ടന് മേക്കപ്പിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിട്ടല്ല. എനിക്ക് നല്ലൊരു ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മേക്കപ്പിന്റെ ആവശ്യമില്ല, പക്ഷെ ഞാനിത് കൊണ്ടുപോകും. എനിക്ക് ഇത്തിരി മേക്കപ്പ് കൂടുതലാണെങ്കിലേ ഉള്ളൂ, പക്ഷെ ഞാൻ കൊണ്ടുപോവാ. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു സെലിബ്രിറ്റി ക്വിസ് ലീഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അടിപൊളി. നീ പറയാൻ പോണെന്ന് എനിക്കറിയാം. ഇവ പറയാൻ എനിക്ക് കുട്ടിയെ ഇഷ്ടായി. അതെ, നിമ്മി ഇവിടെ ഒരാൾക്ക് നിമ്മി പറയൂ, ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? പറയണം. നേരെ പക്ഷേ അല്ല, ഇവിടെ ഒരാൾക്ക് കുട്ടീനെ ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. രാജചേട്ടാ, എനിക്കും ഇഷ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ എന്റെ ചോദ്യം, will you carry me? രാജചേട്ടാ, താങ്ക് യു സോ മച്ച്. ഐ വിൽ ക്യാരി. വെറും ഒരു നിമിഷം കൊണ്ട്
കുറച്ചു മുമ്പ് എന്നോടാ പറഞ്ഞത് വലിയ ക്യാരി മീൻ ഇപ്പൊ ദേ പെട്ടെന്ന് അപ്പുറത്തേക്ക് വലിയ ക്യാരി എന്താണ് ഇത്? സമയമില്ല. ഇത്ര സമയം ഞങ്ങളുടെ ഈ ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ പ്രസൻസ് ബാറ്റിൽ ഓഫ് ബ്രെയിൻസില് സെലിബ്രിറ്റി ക്വിസ് ലീഗിന്റെ സീസൺ 2 ഭംഗിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്, പ്രോഗ്രാം അടിപൊളിയാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങളുടെ മേക്കപ്പ് പാർട്ട്ണർ, ബ്യൂട്ടി പാർട്ട്ണർ ഡാസിൽ എറ്റേണ ആണ്. ഇവരുടെ ഒരു ഹാമ്പർ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ്സ് എൻജോയ് ദിസ് ഈവനിങ് ടുഗദർ. ആൻഡ് അടുത്ത ഷോയ്ക്ക് വിളിക്കുമ്പോൾ എല്ലാവരും ഓടി വരണം. വന്നിരിക്കും. അപ്പൊ എല്ലാവർക്കും നമുക്ക് യെസ് പിന്നെന്താ ഒരു പാട്ട് പാടാം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരാശകളൊരു പൊൻവളനീയും തേൻവണ്ടു ഞാൻ, അലരേ തേൻവണ്ടു ഞാൻ.